ഈ നെഗറ്റീവായ എനർജീനെ പോസിറ്റീവാക്കി മാറ്റി കൺവേർട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി ഹീലർ ചെയ്യുന്നത്. നെഗറ്റീവായ എനർജി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവന് മാനസികമായ വിഭ്രാന്തി സംഭവിച്ച് അവൻ ആ ഓഫീസിൽ നിന്ന് തലയ്ക്ക് കൈകൊണ്ട് അടിച്ച് ഇവൻ ഇറങ്ങിപ്പോയി. ഇവനെ എവിടെയാണെന്നൊരു പിടുത്തമില്ല. അവൻ സോളുകളെല്ലാം കയറി വന്ന് കളിയാക്കി നമ്മളെ മാനസികമായി തകർത്ത് നമ്മളെ മാനസിക വിഭ്രാന്തിയിലോട്ട് വിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ തന്നെ മാക്സിമം ഉപദ്രവിക്കും. പല ആളുകളും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇത് പഠിപ്പിക്കാമോ, ചെയ്തു തരാമോ, ഇതൊക്കെ ചെയ്യും. ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ, ഇത് ചെയ്യരുത്. ഈ സോളിന് അടുത്തൊരു ശരീരം കിട്ടുന്ന വരെ നമുക്കിട്ട് പണിയൊന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഭൂമിയിൽ. ഈ അസൂയപ്പെടുന്ന വ്യക്തികൾ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. റോജി ചേട്ടാ, ചേട്ടൻ്റെ അടുത്തേക്ക് ദിവസം പല പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതിൽ പല തരത്തിലുള്ള പൊസിഷൻ ആണെങ്കിലും ഹീലിംഗ് ആണെങ്കിലും ഒരു നെഗറ്റിവിറ്റി, അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മാറ്റുന്നതാണല്ലോ ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റിവിറ്റീനെ ചേട്ടൻ എടുത്ത് മാറ്റുന്ന സമയത്ത് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ബാധിക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പല്ലേ. ഈ ആളുകളുടെ വിചാരം എന്തുവാ, നമ്മൾ ഹീല് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സുഖകരമായൊരു കാര്യമാണെന്ന്. ഒരിക്കലുമല്ല. ഹീല് ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നൊരു നെഗറ്റീവ് ഊർജ്ജമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയില്ല. ഭയങ്കര സ്ട്രഗിളിങ്, പൈസയില്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, സാമ്പത്തികമായ ഇഷ്യൂസ്, നെഗറ്റീവ് സോളുകൾ കാണുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, രൂപങ്ങൾ കാണുന്നു, പേടിപ്പിക്കുന്നു. ഇങ്ങനെ തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആളെന്ന് കരുതുക. എന്നെ കാണാൻ വേണ്ടി വരിക. അതിന് എത്ര ലക്ഷം രൂപ തന്നാലും നമുക്ക് ഈ സാധനത്തിന് ടച്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് കാണുന്നറിയാമോ? ഒന്നുകിൽ ഇത് കർമ്മഫലമായിരിക്കും, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും എന്തെങ്കിലും പണി തന്നായിരിക്കും വിട്ടിരിക്കുന്നത്. ഈ സാധനത്തിന് ഞാൻ എൻ്റെ പ്രാണൻ്റെ ശക്തി ഉപയോഗിച്ച്, ഞാൻ മെഡിറ്റേഷൻ ചെയ്ത്, ഞാൻ അധ്വാനിച്ച്, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ എനർജി ഉപയോഗിച്ച് ഹീൽ ചെയ്യുന്നത്. ആ ഹീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എനർജി നശിക്കുന്നില്ലല്ലോ. ആതിരയുടെ ശരീരത്തിൽ നിന്ന് ചേഞ്ച് ആവും. ചേഞ്ച് ആയിട്ട് എവിടെ പോകും? എന്നെ ബാധിക്കും. ഞാൻ സമാധാനം പറയണം. അത് എന്തിനാണ്? മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ നെഗറ്റീവായ എനർജീനെ പോസിറ്റീവാക്കി മാറ്റി കൺവേർട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി ഹീലർ ചെയ്യുന്നത്. നെഗറ്റീവായ എനർജി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതിനെ പോസിറ്റീവാക്കി കൺവേർട്ട് ചെയ്യണം. ഏതൊരു എനർജീനെ നമുക്ക് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം. അപ്പോൾ ആലോചിച്ച് ആദ്യമേ ഇത്തരത്തിലുള്ള ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പൊസഷനാണെന്ന് വിചാരിക്കാം. ഒരു ഹീലർ അവൻ കൃത്യമായി സാധനയും മെഡിറ്റേഷനും ഈശ്വര വിശ്വാസവും ഇല്ലാത്തവനെ ഒരുത്തനാണെങ്കിൽ നാശിച്ച് നാരായണക്കല്ല് പിടിക്കും. എത്രയോ പള്ളിയിലച്ചന്മാർ, ഈ പറഞ്ഞ എക്സോസിൻ ചെയ്യുന്ന എത്ര അച്ഛന്മാരെ എനിക്കറിയാമോ അവസാന കാലഘട്ടങ്ങളിൽ സമാധാനമില്ലാതെ മരിക്കുന്നത്? എത്ര ഹീലേഴ്സിന് എനിക്കറിയാമെന്നറിയാമോ? എത്ര മന്ത്രവാദങ്ങളും കർമ്മങ്ങളും ചെയ്യുന്ന വ്യക്തികളെ എനിക്കറിയാമെന്നറിയാമോ? അവസാന നിമിഷം അവരുടെ ജീവിതം ഭയങ്കര പരാജയം. എന്താ കാര്യം എന്നറിയാമോ? ഈ നമ്മൾ നല്ല പ്രായത്തിൽ നല്ല എനർജി ഊർജ്ജമുള്ള സമയത്ത് നമ്മളിതെല്ലാം ചെയ്തു വെക്കും. ചെറിയ എമൗണ്ടിനൊക്കെ എനിക്ക് സാധനം ചെയ്യുന്നത്, ചിലപ്പോൾ സൗജന്യമായിട്ട് എനിക്ക് സാധനം ചെയ്തു കൊടുക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം വെയിറ്റ് ചെയ്യും നമ്മളെ കിട്ടാൻ വേണ്ടി. ഒരു അവസാന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വരും. ഈ സമയത്തില്ലേ സോളുകളെല്ലാം കയറി വന്ന് കളിയാക്കി നമ്മളെ മാനസികമായി തകർത്ത് നമ്മളെ മാനസിക വിഭ്രാന്തിയിലോട്ട് വിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ തന്നെ മാക്സിമം ഉപദ്രവിക്കും. കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണ് ഈ സോളുകളുടെ ഇഷ്യൂ. ഇവർക്ക് അങ്ങനെ എൻ്റർടൈൻമെൻ്റ്. അത് ഒരാളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, ശബ്ദം ഉണ്ടാക്കുക, കളിയാക്കുക, പുറയുന്ന അതൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇതെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത് അങ്ങനെ ആയതുകൊണ്ടാണ്, ഇത് അങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. മനസ്സിലായോ? നമ്മൾ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും വന്നിട്ട് അങ്ങ് കളിയാക്കിയിട്ട് പോവാന്ന്. മനസ്സിലായോ? പള്ളിയിൽ അച്ഛന്മാരുടെ കാര്യം ഉൾപ്പെടെ പറയുന്നത്. അവരെ അവസാനം മരിക്കാൻ അനുവദിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മനുഷ്യർ അവിടെ കിടക്കും. നമ്മളിനി അവർ ഭക്ഷണം കഴിച്ചില്ല, അവർ മരിക്കില്ല. കാരണം ഈ സോൾ പ്രസൻസ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? പല ആളുകളും വിചാരിക്കുന്നത് ഹീലിംഗ് അത്ര വളരെ എളുപ്പമുള്ള ജോലിയാണ്. പല ആളുകളും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇത് പഠിപ്പിക്കാമോ, ചെയ്തു തരാമോ, ഇതൊക്കെ ചെയ്യും. ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ, ഇത് ചെയ്യരുത്, ഇത് പഠിക്കരുത്. നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാമല്ലോ. നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. നിങ്ങൾ കാണുമ്പോൾ ഒരു ഹീലറെ സംബന്ധിച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. ഇപ്പോൾ എന്നെ കാണുമ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഭയങ്കര അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറയും. എൻ്റെ അതിരെ അനുഭവിക്കുന്ന നമുക്കേ അറിയുള്ളൂ ഇതിൻ്റെ ദുഃഖവും ദുരിതം എന്താണെന്ന്. നമുക്കൊരു നിമിഷം പോലും സമാനമായിട്ട് ഉറങ്ങാനോ നമ്മളിതിനോട് ഫൈറ്റ് ചെയ്യണം. ഒരാൾ വന്നിട്ട് അവന് സുഖം കിട്ടിയിട്ട് പോയി കളയും. നമ്മൾ എന്ത് ചെയ്യണ്ടേ? അടുത്ത നിമിഷം നമുക്ക് തന്നെ അറ്റാക്കിങ് വരും. മനസ്സിലായോ? നമുക്ക് മാനസികമായിട്ട് തകരും. പല ദിവസങ്ങളിലും ഉറക്കമില്ലാത്ത രാത്രികൾ സംഭവിക്കും. നമുക്ക് പല ദിവസം നമ്മൾ ഡിസ്റ്റർബ് ആവും, നമ്മുടെ എനർജി ബേസിൽ വീക്കാവും, സാമ്പത്തികമായ കാര്യം ലോസ് നമുക്ക് സംഭവിക്കും. എന്ന് വേണ്ട അപകടങ്ങൾ വരെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. തലനാരിക ഇഴയ്ക്കാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം എന്താ പറയുക, ഒരു സോളിന് ഒരു നെഗറ്റീവ് സോള് വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തി ആ വ്യക്തിയോട് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൂടുന്നത്. ആ സാധനത്തിനെ നമ്മുടെ അടുത്ത് കളയുന്നത്. എന്ത് ചെയ്യും? റിവഞ്ചായിരിക്കും നമ്മളോട്. അവന് ആ വ്യക്തിക്ക് ഒരു ശരീരം കിട്ടിയിട്ട് ആ ശരീരത്തെ നമ്മൾ വേണ്ട, ആ ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് വിട്ടതിന് ശേഷം ഈ സോളിന് നമ്മൾ റിവഞ്ചാണ്. പിന്നെ സോള് കാത്തിരിക്കും. ഈ സോളിന് അടുത്തൊരു ശരീരം കിട്ടുന്ന വരെ നമുക്കിട്ട് പണിയൊന്നുകൊണ്ടിരിക്കും. ഏത് ലെവലിലെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു വട്ടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയുമായിട്ട്, പൊതുവേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നൊക്കെ
നമുക്കറിയാം ഒരു ചോരത്തളപ്പിൻ്റെ പ്രായമുണ്ട് നമുക്ക്. നമ്മൾ എന്ത് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചൂടാവുന്ന പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുത്തൻ ദേഷ്യപ്പെട്ട്. ഒരു വട്ടം ഞാൻ ക്ഷമിച്ചു, 2 വട്ടം ക്ഷമിച്ചു, 3 വട്ടം ക്ഷമിച്ചു, 4 വട്ടം ക്ഷമിച്ചു, 5ാമത്തെ വട്ടം ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാനോട് ഭയങ്കര ഫൈറ്റായി, ഭയങ്കര ഒച്ചപ്പാടായി, ഈ വഴക്കും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. അവനെടുത്ത് പറഞ്ഞ് നിനക്ക് ഞാനിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവൻ ചാത്തൻസ്വാമി അമ്പലത്തിലെ ഒരു പൂജാരിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇവനങ്ങനെയാണെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞു നിനക്ക് കാണിക്കാൻ പറ്റും, നീ കാണിച്ചോ എന്ന് പറഞ്ഞു. നമ്മുടെ കോൺഫിഡൻസ് എന്താ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന, നമ്മൾ ഗുരുപരമ്പര സ്വീകരിച്ചിരിക്കുന്ന, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ശരിയാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്കതറിയാം, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അമ്മ വീണു. എൻ്റെ അമ്മ പറയുന്നത്, ഞാൻ ചോദിച്ചു അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, റോഡിലൂടെ നടന്നു പോയതാണ്, പുറകെ നിന്നൊരു തള്ളു കിട്ടി, മറിഞ്ഞ് വീണു, നട്ടല് കുത്തി വീണു. 2 മാസം എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പോയി എൻ്റെ 2 മാസം. ഞാൻ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ട് എന്തായിരിക്കും ആ സമയത്ത്? ഫിനാൻഷ്യലിയും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മാനസികമായ ബുദ്ധിമുട്ട്, കാരണം എന്തൊക്കെ എന്തായിരുന്നു ആലോചിച്ച് നോക്ക്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്പിരിച്വൽ ഹീലറിനെ സംബന്ധിച്ചിട്ട് അവൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാര്യനെ അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്. കാരണം അവർ അവരുടെ കർമ്മ മേഖലകളിലാണ് ജീവിക്കുന്നത്. എൻ്റെ അമ്മയാണെന്ന് കരുതിയിട്ട് എനിക്കൊരു പരിധി വിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ ദൈവവിശ്വാസമുള്ള ഒരാളായിരിക്കാം, എനിക്ക് നിർബന്ധിക്കാൻ പറ്റും. നമുക്കതിന് പരിമിതികളുണ്ട്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, ഇവരെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഭൂമിയിൽ. ആ പ്രൊട്ടക്ഷൻ അവരായിട്ട് സ്വയം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകളെ തകർക്കണമെങ്കിൽ നമ്മുടെ ഫാമിലിയെ ടച്ച് ചെയ്യണം. അത് ഭയങ്കര അപകടമാണ്. എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി വേദനയുള്ള കാര്യമാണ്. എനിക്ക് സംഭവിച്ചെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ല. കാരണം 60 വയസ്സായ ഒരു അമ്മ വീണ് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? മനസ്സിലായി? പിന്നെ ഞാൻ നിൽക്കണം കൂടെ. ആ 2 മാസം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനാണ്. എനിക്കാണെങ്കിൽ നമ്മുടെ ജോലിയും കാര്യങ്ങളെല്ലാം കട്ടായി പോകുന്നതിന് പ്രശ്നമുണ്ടല്ലോ. ശരി, ഞാൻ 2 ആഴ്ച ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇതാ സംഭവിച്ചത്. ശരി, ഇപ്പോഴല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ വ്യക്തിയുടെ തന്നു. ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് ചിരിച്ച് ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമൊന്നുമില്ല, 7 ദിവസം അതായത് നമുക്ക് കാണാം എന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവന് മാനസികമായ വിഭ്രാന്തി സംഭവിച്ച് അവൻ ആ ഓഫീസിൽ നിന്ന് തലയ്ക്ക് കൈകൊണ്ട് അടിച്ച് ഇവൻ ഇറങ്ങിപ്പോയി. ഇവനെ എവിടെയാണെന്നൊരു പിടുത്തല്ലോ. അവൻ എന്ത് സംഭവിച്ചാൽ എന്താണോ അവൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് അത് തന്നെ ഞാൻ അവനെ തിരിച്ച് വേറൊരു ഓപ്ഷനില്ല. അതിലാണ് ഇത് റിവഞ്ചൊന്നല്ല. മനസ്സിലായോ? എൻ്റെ ഫാമിലിയിലോട്ട് എന്താണോ കടന്നു വന്നത് എനിക്കത് തിരിച്ച്, എന്താണോ വന്നത് അതിനെ തിരിച്ച് മാന്യമര്യാദയായിട്ട് അങ്ങോട്ട് കൊടുത്തേ പറ്റൂ. അവൻ എന്തിനാണോ ഇങ്ങോട്ട് വിട്ടത് അത് തന്നെ തിരിച്ചെന്നപ്പോൾ അവന് ചെയ്തു. വിഭ്രാന്തിയായിപ്പോയി, മാനസിക വിഭ്രാന്തിയായിപ്പോയി. എന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിത് എന്ത് ചെയ്തിട്ടാ? പല മനുഷ്യരുടെയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വഴക്കോ ഒരു പിണക്കോ ഒരു അയൽവക്കത്തെ ഒരു വാക്ക് തർക്കം ഉണ്ടായാൽ അടുത്ത നിമിഷം ചെയ്യുന്നത് കർമ്മോ മന്ത്രവാദമോ ഉച്ചാടന ആവാഹനം തുടങ്ങിയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങ് ഇറങ്ങാ മനുഷ്യർ. സന്തോഷിക്കാൻ പാടില്ല. ഒരു പഠിക്കുന്ന പെൺകൊച്ചുള്ളൊരു വീട്ടിൽ വേണ്ട, ഒരു കുടുംബത്തിൽ, ബന്ധുക്കാരുടെ ഫാമിലിയിൽ എനിക്ക് വരുന്ന ഒരുപാട് കേസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ചേട്ടൻ്റെ മകള് നന്നായി പഠിക്കും, അനിയൻ്റെ മകള് അത്യാവശ്യം പഠനത്തിൽ കുറവാണ്, മതി, ഈഗോ അടിച്ചു, തീർത്തു. പിന്നെ അമ്പലത്തിൽ പോക്ക്, പൂജകൾ, മന്ത്രവാദം ചെയ്ത് ആ പെൺകൊച്ചിനെ എങ്ങനെയെല്ലാം തകർക്കുന്നോ ആ രീതിയിലെല്ലാം മാനസികമായിട്ട് എനർജി ബേസിലും തകർത്ത് തരിപ്പിടാക്കും. ഇനി കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ജോലി കിട്ടിയ അപ്പം പോവാ ഓപ്പോസിറ്റ് നാൾ പൂജ എന്നും പറഞ്ഞ് ഏതെങ്കിലും അമ്പലങ്ങളിൽ അവിടെയൊക്കെ പോയിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഈ പൂജയും കാര്യങ്ങൾ ചെയ്തിട്ട് വരും. അവസാനം എന്ത് സംഭവിക്കും? ശരിയാണ്, ചെയ്യുന്നവന് പണി കിട്ടും, അവൻ്റെ ജോലിയും പോകും, കഷ്ടപ്പാടും വരും, ദുരിതവും വരും, നശിച്ച് നാരായണക്കല്ല് പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടോ ഈ വിട്ട സാധനം വരണ്ടേ? വിട്ട സാധനം ഇങ്ങ് വരും. ഇങ്ങ് വന്നിട്ടില്ലേ, എന്താണോ വിട്ടത് അത് ഇവിടെ ഒന്ന് ചെയ്യും. കരഞ്ഞിട്ടും കാര്യമില്ല, പിഴിഞ്ഞിട്ടും കാര്യമില്ല. പല ആളുകളും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു വെച്ച മനുഷ്യരോട് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ അസൂയ വരും, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അത് നമ്മുടെ പ്രശ്നമാണ്. മറ്റൊരാൾ സമാധാനമായിട്ടോ സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ഒരു പഠിച്ച ഒരു ജോലി വാങ്ങിച്ച് നല്ലൊരു നിലയിലെത്തുന്നതിന് നമ്മളിതിനെ അസൂയപ്പെടുന്നത്. ഈ അസൂയപ്പെടുന്ന വ്യക്തികൾ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. നമ്മളൊന്നിനും അസൂയ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ലോ, അതിനെന്താണ് കുറവുകളെന്ന് മനസ്സിലാക്കി ഈശ്വരനോട് പ്രാർത്ഥിച്ച് അതിനെ മാറ്റി തരാനുള്ള അനുഗ്രഹം വാങ്ങിച്ച് നമ്മൾ പതുക്കെ മുന്നോട്ട് പോവുക. അവരെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. അപ്പോൾ ഈ അസൂയയും കുശുമ്പും കുന്നായ്മയും എല്ലാം മനസ്സിൽ വെച്ച് ഈ ആവശ്യമില്ലാത്ത കർമ്മങ്ങളെല്ലാം ചെയ്ത് ഈ നെഗറ്റീവ് സാധനങ്ങൾ എല്ലായിടത്തും തലയിൽ വയ്ക്കും. ഇതെന്തുകൊണ്ടാണ് പറയാൻ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു അമ്പലങ്ങളിലോ പല അമ്പലങ്ങളിൽ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അത് മറ്റൊരു കാര്യം. നമ്മൾ ഒരു മോശമായ ഒരു കർമ്മം, ഒരു വ്യക്തി നശിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ഒരു കർമ്മം ചെയ്തു തരിക, എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ ബോഡി പെർമിഷൻ കൊടുക്കുക.
ആ കർമ്മത്തിന്. അത് എന്തെങ്കിലും സേവയാവട്ടെ, വളരെ മോശമായൊരു കാര്യമാവട്ടെ, നമ്മൾ ശരീരം കൊണ്ട് അർപ്പിക്കുക. ഏത്? ആ നെഗറ്റീവ് സോളിന്. എന്തായാലും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ഈശ്വരൻ വന്നിട്ട് നീ വക പരിപാടിയൊന്നും ചെയ്യില്ലല്ലോ. ആതിരയ്ക്ക് പണം വേണം, ആതിരയ്ക്ക് പ്രശസ്തി വേണം, ആതിരയ്ക്ക് നല്ലൊരു ഭർത്താവ് വേണം, ആതിരയ്ക്ക് വണ്ടി വേണം, ആതിരയുടെ ജീവിതത്തിൽ വലിയ നിലയിൽ എത്തണം, ബിസിനസ് ഉണ്ടാക്കണം, കുറേ പണം ഉണ്ടാക്കണം. ആതിരയ്ക്ക് തോന്നുന്നുണ്ടോ ഇത് ഈശ്വരൻ വന്ന് ചെയ്യുന്ന കാര്യമാണ്? ഈശ്വരൻ അത്രയും കണ്ട് നമ്മൾ ഈശ്വരനെ അങ്ങനെ അങ്ങ് വിചാരിക്കാമോ? നമുക്ക് ഈശ്വരനെ, ഈശ്വരൻ്റെ ചൈതന്യത്തെയും ഈശ്വരനെ. അപ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കണ ആരാ? ഈശ്വരൻ്റെ ഒരു ചൈതന്യം ഒരിക്കലും ചെയ്തില്ല. ഈശ്വരൻ്റെ ചൈതന്യം ആകെ കൊടുക്കുന്നത് നമുക്ക് ആനന്ദവും സന്തോഷവും തരും. വേറെ ഒന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ജീവൻ നിലനിർത്തുകയും ചെയ്യും. അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അത് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് ഇവിടെ മൊത്തമുള്ളത്. പിന്നെ ഇതൊക്കെ എല്ലാം ആരേക്ക് ചെയ്തിരുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ. കാരണം ഈ ആഗ്രഹങ്ങളെല്ലാം വലിയൊരു പ്രശ്നം, മനസ്സിലായോ? അപ്പോൾ ഇത് ആരെയും ചെയ്തിരുന്നത്? ഇതൊരു നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജിക്ക് നമ്മൾ നമ്മുടെ ബോഡീനെ പെർമിഷൻ കൊടുക്കുക. നമ്മുടെ ബോഡി ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പോയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ആ കർമ്മത്തിന് വേണ്ടി അമ്മയുടെ ശരീരം മനസ്സും അർപ്പിക്കുക എന്ന് പറഞ്ഞ് എൻട്രി കൊടുക്കുക. ആ സോളിന് ഇനി എൻ്റെ അമ്മയുടെ ശരീരത്തിൽ വരാം, കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മയുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നോ അവർക്ക് എല്ലാവർക്കും ഇഷ്യൂ സ്റ്റാർട്ടാവും. അമ്മയുടെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, മക്കളായ ഞാൻ, എനിക്ക് താഴെ ആരെങ്കിലും ഉണ്ട്, ഇവർക്ക് എല്ലാവരും ഈ സാധനം ബാധിക്കും. കുടുംബത്തിനെയും ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു കർമ്മം. അപ്പോൾ എന്ത് പറ്റും? നമ്മളത് ചെയ്ത് അങ്ങോട്ട് വിടും, അത് തിരിച്ച് ഇങ്ങോട്ട് വരും, തിരിച്ച് നമുക്കിട്ട് പണി തരും. ചെയ്യരുത്. നമ്മളൊരു അസൂയപ്പെട്ടിട്ടോ ഒരു കുശുമ്പ് വന്നിട്ടോ ഒന്നും അമ്പലങ്ങളിൽ പോയി ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും അല്ല അത്. അത് നമ്മുടെ നാശത്തിന് തുടക്കുക ആ സാധനം. ഈവൽ സ്പിരിറ്റുകൾ പലപ്പോഴും ഈശ്വരൻ്റെ രൂപത്തിലും മറ്റു പല രൂപത്തിലും നമ്മുടെ മുന്നിലേക്ക് വരും. അത് ഈശ്വരനാണെന്ന് പറയാതെ, ഈശ്വരൻ്റെ ചൈതന്യമോ ഈശ്വരൻ്റെ മഹത്വങ്ങളോ ഈശ്വരൻ്റെ രൂപങ്ങളോ ഇതൊന്നും ഇങ്ങനെയല്ല. ഒരിക്കലും നമുക്ക് വേണ്ട. ഇത് അത്യാഗ്രഹമല്ലേ? ആതിര, എനിക്ക് കഴിവുണ്ടെങ്കിലേ ഞാൻ നല്ല നിലയിലെത്തുള്ളൂ അല്ലേ? എനിക്ക് കഴിവുണ്ടെങ്കിലേ ഞാനൊരു കാറ് വാങ്ങുള്ളൂ. അത് ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാതെ ചതിക്കാതെ പറ്റിക്കാതെ വാങ്ങണം ആ കാറ് അല്ലേ? ഞാൻ മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് വേണം എനിക്ക് നല്ലൊരു സുന്ദരിയായ ഒരു ഭാര്യനെ കിട്ടണമെങ്കിൽ. ഇത് വളഞ്ഞ വഴിക്കൂടെ ചെയ്യണമെന്തിനാ? വളഞ്ഞ വഴിക്കൂടെ ചെയ്ത് മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്ത് ബിസിനസ് കൂട്ടാനും മറ്റു പല കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. അവസാനം വലിയ പ്രശ്നങ്ങൾ വരും. അവസാനം പിന്നെ കൈയും കാലിട്ട് അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്തോ, നിങ്ങളെ കൊണ്ടുപോയിരിക്കും.